Hi dear English learners, today we are discussing ain't. Ain't എന്ന ഒരു എക്സ്പ്രഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. പലയിടങ്ങളിലും മൂവീസിലൊക്കെ നമ്മൾ കാണുന്നതാണിത്. ശരിക്കും അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഐ എം ഗിവിംഗ് യു 8 sentences here. Okay, by the end of the discussion you will be able to understand what exactly ain't means. ain't അർത്ഥം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും കേട്ടോ. എന്റെ സെന്റൻസുകൾ ഇതൊക്കെയാണ്. I ain't coming to the party tonight. She ain't that beautiful. We ain't tired. He ain't got a car. I ain't seen her yet. She ain't told me about it. I ain't been to the USA and I ain't done nothing. I ain't done nothing. So these are the 8 sentences I'm going to be discussing today. ഇവിടെ ain't എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അതായത് 5 ഓക്സിലിയറീസിന്റെ നെഗറ്റീവ് ഫോമിന്റെ പകരമാണ് നമ്മൾ ain't യൂസ് ചെയ്യുക കേട്ടോ. ഒന്ന് ഈസ് നോട്ട് ആണ്, 2 ആം നോട്ട്, ആർ നോട്ട്, ഹാസ് നോട്ട്, ഹാവ് നോട്ട്. ഇങ്ങനെ 5 ഓക്സിലിയറീസിന്റെ നോട്ടുകൾക്ക് പകരം ഉപയോഗിക്കുന്ന വേർഡാണ് ഈ ain't വരുന്നത് കേട്ടോ. വീണ്ടും പറയുന്നു, ഈസ് നോട്ട്, ആം നോട്ട്, ആർ നോട്ട്, ഹാസ് നോട്ട്, ഹാവ് നോട്ട് കേട്ടോ. ഈ 5 ഓക്സിലറിയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ ain't എന്ന എക്സ്പ്രഷൻ. ഓക്കെ, ഇതിൽ ഈസ് നോട്ട് ആണ്, ആം നോട്ട് ആണ്, ആർ നോട്ട് ആണ്, ഹാസ് നോട്ട് ആണ്, ഹാവ് നോട്ട് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. വേണ്ടേ? സംഭവം ഇത്രയേ ഉള്ളൂ. ain't കഴിഞ്ഞിട്ട് ഒരു ING ഫോമാണ്, വെർബിന്റെ ING ഫോമാണ് വന്നിരിക്കുന്നതെങ്കിൽ ഉറപ്പിക്കുക അവിടെ ഈസ്, ആം, ആറാണ് വന്നിരിക്കുന്നതെന്ന് അല്ലേ. അതേപോലെ തന്നെ ain't കഴിഞ്ഞിട്ട് തേർഡ് ഫോം ആണ് വന്നിരിക്കുന്നതെങ്കിലോ, തേർഡ് ഫോം ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ്. കാരണം ഹാസ്, ഹാവ് കഴിഞ്ഞ് നമ്മൾ തേർഡ് ഫോം ആണല്ലോ യൂസ് ചെയ്യാം. അതാണ് കേട്ടോ. അതാണ് അത് മനസ്സിലാക്കാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ കേട്ടോ. ING ഫോംസ് ആണെങ്കിൽ അത് ഈസ്, ആം, ആർ ആയിരിക്കും. അതല്ല തേർഡ് ഫോംസ് ആണെങ്കിൽ അത് ഹാസ്, ഹാവ് ആയിരിക്കും കേട്ടോ. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഐ ain't coming to the party tonight. I ain't coming to the party tonight. മീനിങ് എന്താണ്? ഞാൻ ഇന്ന് പാർട്ടിക്ക് വരുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. I ain't coming to the party tonight. See, I ain't കഴിഞ്ഞിട്ട് coming എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഐയുടെ കൂടെ എന്തായാലും ഇവിടെ ഹാവ് വരില്ല, കാരണം ഹാവ് വന്ന തേർഡ് ഫോമാണ് വരുന്നത്. Here I ain't coming to the party tonight means I am not coming to the party tonight. ഇന്ന് ഞാൻ പാർട്ടിക്ക് വരുന്നില്ല. am notന് പകരമാണ് ain't വെച്ചത് കേട്ടോ. സെക്കൻഡ് സെന്റൻസ് നോക്കാം. She ain't that beautiful. അവൾ അത്രയ്ക്ക് എന്താ പറയാ ബ്യൂട്ടിഫുൾ ഒന്നും അല്ല എന്ന് പറയുന്നത്. She ain't that beautiful. നമുക്കറിയാലോ ഷീ ഈസ് നോട്ട് ദാറ്റ് ബ്യൂട്ടിഫുൾ ആണ് എന്തായാലും വരുള്ളൂ. ഷീ ഹാസ് അവിടെ വരില്ല. ആഡ്ജക്റ്റീവ്സ് ഒക്കെ വരുമ്പോഴും നമ്മൾ ഈസ് പറഞ്ഞാണ് യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഷീ ain't that beautiful. ഷീ isn't that beautiful എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ. അവൾ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ഒന്നുമല്ല. മൂന്നാമത്തെ സെന്റൻസ് ആണ് we ain't tired. We ain't tired ചേർത്തിട്ടാണ് അതൊക്കെ പറയാം കേട്ടോ. we ain't tired എന്നല്ല, we ain't tired. that means we are not tired. tired എന്ന് പറയുമ്പോൾ ഒരു ആഡ്ജക്റ്റീവ് ആണല്ലോ, ക്ഷീണമുള്ളവൻ. so we ain't tired means we are not tired. ഞങ്ങൾ ടയേർഡ് അല്ല എന്ന് അർത്ഥം വരുന്നു കേട്ടോ. ഓക്കെ, അടുത്ത എക്സാമ്പിൾ ആണ് ഹി ain't got a car. He ain't got a car. ഓക്കെ, അവൻ്റെ കയ്യിൽ കാർ ഇല്ല എന്നാണ് അർത്ഥം വരുന്നത്. ഹി ain't got a car. നമുക്കറിയാം ഉണ്ട് ഇല്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ ഹാസ്, ഹാവില പറയാറുള്ളത്. പ്രത്യേകിച്ച് ഗോട്ട്, നമ്മൾ ഗോട്ട് വെച്ചിട്ടുള്ള ക്ലാസ്സുകളൊക്കെ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ കേട്ടോ. സോ ഇവിടെ എന്തായാലും ഉറപ്പായിട്ടും ഹി ഈസ് നോട്ട് ഗോട്ട് എ കാർ എന്ന് പറയില്ല. ഹി ain't ഉദ്ദേശിക്കുന്നത് ഹി ഹാസ് നോട്ട് എന്ന അർത്ഥത്തിലാണ് കേട്ടോ. ഹി ഹാസ് നോട്ട് got a car. He hasn't got a car. In short, he ain't got a car. അവൻ്റെ കയ്യിൽ കാർ ഇല്ല എന്ന അർത്ഥത്തിലുള്ള ഹാസ് നോട്ട് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അടുത്ത എക്സാമ്പിൾ ആണ് I ain't seen her yet. I ain't seen her yet. അവളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് അർത്ഥം വരുന്നത്. ഇവിടെ ഈസ് ആണോ, ആം ആണോ, ആർ ആണോ, അതല്ല ഹാസ് ആണോ, ഹാവ് ആണോ, ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഐ ആണ് പ്ലൂറലാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല ain't കഴിഞ്ഞിട്ട് തേർഡ് ഫോം വന്നിട്ടുണ്ട് ഇവിടെ അല്ലേ. തേർഡ് ഫോം വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് അവിടെ ഹാസ് നോട്ട് അല്ലെങ്കിൽ ഹാവ് നോട്ട് ആണ് കേട്ടോ. ഐ പ്ലൂറൽ ആയതുകൊണ്ട് ഇവിടെ ഹാവ് നോട്ടേ വരുള്ളൂ. സോ ഐ ഹാവൻറ്റ് സീൻ ഹെർ യെറ്റ്. ഞാൻ അവൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതിന്റെ ഒരു എക്സ്പ്രഷൻ ആണ് ഐ ain't seen her yet എന്ന് പറയുന്നത് കേട്ടോ. ഐ ain't seen her yet. Next one, she ain't told me about it. She ain't told me about it. കേട്ടോ, ain't കഴിഞ്ഞിട്ട് told ആണ്, തേർഡ് ഫോം ആണ്. അപ്പോൾ ഉറപ്പിക്കാം ഹാസ് അല്ലെങ്കിൽ ഹാസ് നോട്ട് അല്ലെങ്കിൽ ഹാവ് നോട്ട് ആണ് കേട്ടോ. ഇവിടെ ഷീ സിംഗുലേഴ്സ് ആയതുകൊണ്ട് ഉറപ്പിക്കാം ഹാസ് നോട്ട് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഷീ ain't told me about it ഉദ്ദേശിക്കുന്നത് ഷീ hasn't told me about it. അവൾ ഇതിനെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്നർത്ഥം വരുന്നു കേട്ടോ. സെവൻത്ത് ആണ് I ain't been to the USA. I ain't been to the USA. ഞാൻ US പോയിട്ടില്ല എന്നാണ് പറയണേ. ഞാൻ US പോയിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്കറിയാം ain't been വന്ന ഉറപ്പായിട്ട് ഇവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണെന്ന് നമുക്കറിയാലോ. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹാവ് നോട്ട് ആണ് കേട്ടോ. I haven't been to the USA. ഞാൻ USA ഇതുവരെ പോയിട്ടില്ല എന്ന് അർത്ഥം വരുന്നു കേട്ടോ. I haven't been to the USA. ഞാൻ US ഇതുവരെ പോയിട്ടില്ല എന്ന് അർത്ഥം വരുന്നു കേട്ടോ. ആൻഡ് ദ ലാസ്റ്റ് വൺ I ain't done nothing.
ഐ എയിൻറ്റ് ഡൺ നത്തിങ്. കണ്ടോ, എയിൻറ്റ് കഴിഞ്ഞിട്ട് ഡൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉറപ്പിക്കാം അവിടെ ഹാസ് നോട്ട് അല്ലെങ്കിൽ ഹാവ് നോട്ട് ആണ്. ഐ ആയതുകൊണ്ട് പ്ലൂറൽ ആണ്, അപ്പോൾ അതിൽ ഹാവ് നോട്ടേ വരുള്ളൂ. സോ ഐ ഹാവൻറ്റ് ഡൺ നത്തിങ് എന്നാണ് ഈ ഒരു എക്സ്പ്രഷൻ വരുന്നത് കേട്ടോ. ഇത് ശ്രദ്ധിക്കുക, നമ്മൾ വെസ്റ്റേൺ കൺട്രിയിൽ ഒരുപാട് ആളുകൾ പറയുന്ന ഇതൊരു കോമൺ ആയിട്ട് ചെറിയൊരു പ്രോബ്ലം അതിലുണ്ട് കേട്ടോ. ഓൾറെഡി നെഗറ്റീവ് ആയിട്ടുള്ള എയിൻറ്റ് അല്ലെങ്കിൽ ഹാവിൻറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നത്തിങ്സ് എൻഡിൽ പറയാറില്ല, എനിത്തിങ് എന്നേ പറയാറുള്ളൂ. അതായത് ഐ ഹാവൻറ്റ് ഡൺ എനിത്തിങ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഐ എയിൻറ്റ് ഡൺ എനിത്തിങ് എന്നേ വരുള്ളൂ. പക്ഷേ ആ എനിത്തിങ്ങിന് പകരം വൈഡ് സ്പ്രെഡ് ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത് ഇൻകറക്റ്റ് ആയിട്ടാണ്. പക്ഷെ എങ്കിലും അത് അങ്ങനെ ആളുകൾ ഉപയോഗിച്ച് അതൊരു എന്താ പറയുക യൂസേജ് ആയിട്ട് മാറി. അതുകൊണ്ടാണ് അത് പറയേണ്ടി വന്നത് കേട്ടോ. വീണ്ടും പറയുന്നത് ഗ്രാമാറ്റിക്കലി അത് തെറ്റാണ്, പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷിൽ ആളുകൾ ഇങ്ങനെയാണ് പറയാറുള്ളത് കേട്ടോ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴേ ഐ എയിൻറ്റ് ഡൺ നത്തിങ് എന്നാണ് അമേരിക്കൻസ് ഒക്കെ, പ്രത്യേകിച്ച് അമേരിക്കൻസ് ഒക്കെ നമ്മുടെ മൂവീസ് ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് മനസ്സിലാവും കേട്ടോ. പക്ഷെ വീണ്ടും പറയുന്നു, ഗ്രാമാറ്റിക്കലി അത് ഇൻകറക്റ്റ് ആണ്. ഗ്രാമാറ്റിക്കലി നിങ്ങളത് ഗ്രാമർ ഫോളോ ചെയ്ത് പറയുകയാണെങ്കിൽ ഐ എയിൻറ്റ് ഡൺ എനിത്തിങ് എന്നാണ് പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കാം. അപ്പൊ ഇത്രയുള്ള എയിൻറ്റിനെ കുറിച്ചിട്ട് വീണ്ടും പറയണോ, ഈസ് നോട്ട്, ആം നോട്ട്, ആർ നോട്ട്, ഹാസ് നോട്ട്, ഹാവ് നോട്ട്, ഈ 5 ഓക്സിലറീസിന്റെ നോട്ടുകൾക്കാണ് നമ്മൾ എയിൻറ്റ് എന്നുള്ള എക്സ്പ്രഷൻ പറയുന്നത്. എക്സാമ്പിൾസിലേയും കുറച്ച് തന്നിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. എയിൻറ്റ് കഴിഞ്ഞിട്ട് ING ഫോം ആണെങ്കിൽ അത് ഈസ് നോട്ട് അല്ലെങ്കിൽ ആം നോട്ട് അല്ലെങ്കിൽ ആർ നോട്ട് ആയിരിക്കും. എയിൻറ്റ് കഴിഞ്ഞിട്ട് തേർഡ് ഫോം ആണെങ്കിലോ അത് ഹാസ് നോട്ട് അല്ലെങ്കിൽ ഹാവ് നോട്ട് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ആൻഡ് ഇഫ് യു ഹാവൻറ്റ് സബ്സ്ക്രൈബ്ഡ് ടു അവർ ചാനൽ യെറ്റ്, please do it now. Thank you so much. Bye bye.